നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പോകുന്നത് ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന മേഘങ്ങൾ പാദസരമണിയുന്ന കൊളുക്കുമലയിലേക്കാണ്. വെറുമൊരു കൊളുക്കുമല യാത്ര മാത്രമല്ല, അധികമാരും എത്തിപ്പെടാത്ത ബോസ് പീക്ക് എന്ന അത്ഭുത കാഴ്ചയിലേക്കും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടത്തിലൂടെയുള്ള ആ ഓഫ് റോഡ് റൈഡും ബോസ് പീക്കിലെ ആ മനോഹരമായ സൂര്യോദയവും അതൊരു ഒന്നൊന്നര അനുഭവം തന്നെയായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങളുടെ താവളം സൂര്യനെല്ലിയിലുള്ള പ്ലാനറ്റ് മൂന്നാറായിരുന്നു. സത്യം പറഞ്ഞാൽ കൊളുക്കുമല യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് താമസിക്കാൻ ഇതിലും മികച്ചൊരിടമില്ല. കാരണം പുലർച്ചെ കൊളുക്കുമലയിലേക്ക് പോകാൻ സൂര്യനെല്ലിയിൽ നിന്ന് വേണം ജീപ്പ് കയറാൻ. പുലർച്ചെ കൃത്യം 4 മണിക്ക് തന്നെ ഞങ്ങളുടെ ജീപ്പ് റെഡിയായി. സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയിലേക്കുള്ള ആ 10 മുതൽ 12 വരെ കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ഉണ്ടല്ലോ, അത് ശരിക്കും എല്ല് പൊടിയുന്ന റൈഡാണ്. പക്ഷെ ആ തണുപ്പിൽ ഇരുട്ടിനെ കീറി മുറിച്ചുള്ള ജീപ്പിന്റെ കയറ്റം തരുന്ന ത്രിൽ ഒന്ന് വേറെ തന്നെയാണ്. ഓഫ് റോഡ് പ്രേമികൾക്ക് ഇതൊരു ആഘോഷമാണ്. ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൊളുക്കുമലയുടെ നെറുകയിലെത്തി. കൊളുക്കുമലയിലെത്തിയ ശേഷം ഞങ്ങൾ നേരെ നടന്നത് ബോസ് പീക്കിലേക്കാണ്. കൊളുക്കുമലയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിലൊന്നാണ്. സാധാരണ വ്യൂ പോയിന്റിനേക്കാൾ 360 ഡിഗ്രി കാഴ്ചയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മഞ്ഞുപാളികൾക്ക് മുകളിൽ പതിക്കുമ്പോൾ ആ കാഴ്ച വിവരിക്കാൻ വാക്കുകൾ കിട്ടില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മേഘമലകൾ, താഴെ തമിഴ്നാടിന്റെ വിദൂര ദൃശ്യങ്ങൾ. ബോസ് പീക്ക് ശരിക്കും ഒരു വണ്ടർ തന്നെയാണ്. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മേഘങ്ങൾക്ക് മുകളിലാണെന്ന തോന്നലുണ്ടാകും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും വലിയൊരു ലൊക്കേഷൻ മൂന്നാറിൽ കിട്ടാനില്ല. എന്തുകൊണ്ടാണ് കൊളുക്കുമല ഇത്ര സ്പെഷ്യൽ ആകുന്നത്? ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓർഗാനിക് ടീ പ്ലാന്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7900 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. 1930കളിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇവിടുത്തെ ടീ ഫാക്ടറിയിൽ ഇന്നും പഴയ ഓർത്തഡോക്സ് രീതിയിലാണ് ചായപ്പൊടി നിർമ്മിക്കുന്നത്. ആ ഫാക്ടറിയിൽ നിന്ന് കുടിക്കുന്ന ഒരു ചൂട് ചായ, അതിൻ്റെ രുചി ഒരിക്കലും മറക്കില്ല. ഇനി നിങ്ങൾ ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. ഈ സമയത്താണ് തെളിഞ്ഞ ആകാശവും സിംഹപ്പാറയിലെ ആ മനോഹരമായ മേഘപാളികളും കാണാൻ സാധിക്കുക. മൺസൂൺ സമയത്ത് പോയാൽ കോടമഞ്ഞ് കാരണം കാഴ്ചകൾ മറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓഫ് റോഡ് ഡ്രൈവിംഗ് ആസ്വദിക്കുന്നവർക്ക് മഴക്കാലവും ഇഷ്ടപ്പെടും. പീക്കിലെ ആ മനോഹരമായ സൂര്യോദയത്തിന് ശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലവുകൾ. സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയിലേക്ക് പോകുന്ന ജീപ്പിന് ഏകദേശം 3000 മുതൽ 3500 രൂപ വരെയാണ് ചാർജ് വരുന്നത്. കൊളുക്കുമലയിലെത്തിയാൽ ഒരാൾക്ക് 700 രൂപ വെച്ച് എൻട്രി ടിക്കറ്റ് എടുക്കണം. എന്നാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സാധാരണ പോയിന്റ് കൂടാതെ ബോസ് പീക്ക് കൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീപ്പിന് ഏകദേശം 1500 രൂപ അധികം നൽകേണ്ടി വരും. ഇത് ശരിക്കും അവരുടെ വെയിറ്റിംഗ് ചാർജാണ്. പക്ഷേ ആ കാഴ്ച കാണാൻ ഈ തുക നൽകുന്നത് ലാഭമാണെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ പോകുന്ന വഴിയിലൊരു പ്രധാന കാഴ്ച കൂടി ബാക്കിയുണ്ടായിരുന്നു. അതാണ് വിഖ്യാതമായ സിംഹപ്പാറ. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സിംഹത്തിന്റെ തലയുടെ രൂപം കൃത്യമായി ഈ പാറയിൽ കാണാം. സിംഹപ്പാറയിലെത്തിയപ്പോൾ ഞങ്ങളെ വരവേച്ചത് അതിമനോഹരമായ ക്ലൗഡ് ബെഡ്സ് ആയിരുന്നു. ശരിക്കും ഒരു വെളുത്ത പട്ടുപുതപ്പ് വിരിച്ചതുപോലെ മേഘങ്ങൾ ആ താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കാഴ്ചയിൽ കുറച്ചുനേരം നോക്കി നിന്നുപോയി. അവിടെ നിന്ന് കുറേ നല്ല ഫോട്ടോകളും വീഡിയോകളും എടുത്ത ശേഷമാണ് ഞങ്ങൾ താഴേക്ക് മടങ്ങിയത്. കൊളുക്കുമലയിൽ പോകുന്നവർ സിംഹപ്പാറയിലെ ഈ ക്ലൗഡ് വ്യൂ മിസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. പ്ലാനറ്റ് മൂന്നാറിലെ താമസം മുതൽ സിംഹപ്പാറയിലെ ആ മേഘ കാഴ്ച വരെ ഈ ട്രിപ്പ് എന്നും ഓർമ്മയിൽ നിൽക്കുന്നു. തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് സമാധാനവും കുറച്ച് അഡ്വഞ്ചറും ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രിപ്പ് ഒരു മസ്റ്റ് ട്രൈ ആണ്. ഈ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് റൈഡ് വളരെ ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, ഹാർട്ട് ഇഷ്യൂസ്, ശ്വാസതടസ്സം, ബ്രീത്തിങ് ഇഷ്യൂസ്,
കഠിനമായ നടുവേദനയോ കാൽ വേദനയോ ഉള്ളവർ ഈ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രകളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.